എല്ലാവർക്കും വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കൻതട്ട് പോയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് പാലക്കൻതട്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട്. ഒരു 2 മണിക്കൂറാണ് യാത്ര ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കുന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇവിടുന്നാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, അത് കാണിച്ചു തരാം. അമൃത ചന്ദ്രശേഖരൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. അപ്പോൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തണുപ്പായതുകൊണ്ട് കാഞ്ഞങ്ങാട് എത്തുമ്പോൾ ഒരു കട്ടൻ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കയറിയത്. ചൂടുണ്ടോ ഗൈസ്? ചൂടുണ്ടോ? നല്ല ചൂട്, നല്ല തണുപ്പുണ്ടല്ലോ. നേരം വിളക്കുന്നുണ്ട്, സൂര്യൻ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ NH പിടിച്ചിട്ടില്ല. NH കുറച്ച് ഉള്ളിലോട്ട് റോഡ് കിട്ടി. അപ്പോഴാണ് നല്ലൊരു വ്യൂ, സൂര്യൻ നല്ലൊരു പൊങ്ങി വരുന്നുണ്ടായിന്. നല്ലൊരു കോടമഞ്ഞും, നല്ല റോഡാട്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിട്ടില്ല റോഡിലൊക്കെ. ഇതാണ് പാലക്കൻതട്ട് പോകുന്ന 2 ഡിവിഷനിലെ റോഡ്. ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്. റൈറ്റാണ് ഓഫ് റോഡിങ്, ലെഫ്റ്റാണ് കാറൊക്കെ പോവുക. നമ്മൾ റൈറ്റ് എടുത്തതാണ്. ഇവിടുന്ന് മുതൽ 1.5 ഓഫ് റോഡിങ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഓഫ് റോഡിങ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തുണ്ടായിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഗിയർ ഹാഫ് ക്ലച്ചിലിട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ വണ്ടി ഓഫായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് കുറച്ചപ്പുറത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടും. ഇത് കുറച്ച് ഡിസ്റ്റൻസേ ഈ കോൺക്രീറ്റ് റോഡ് ഉള്ളൂ. പിന്നെ വീണ്ടും മഡ് റോഡ് തന്നെയാണ്. അതിലൂടെ നമ്മൾ പോകണം. മണ്ണിൻ്റെ റോഡിൽ വണ്ടി ചെറുതായിട്ടൊന്ന് ഓഫായി. പിന്നെ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ പിടിച്ചു മീത്തിലോട്ടൊക്കെ എത്താൻ വേണ്ടി. നമ്മളൊരു 1/2 കിലോമീറ്റർ ഓഫ് റോഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടെൻറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, കണ്ടോ? അവിടെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ, ഈ ഒരു കുട്ടിയും ഇവിടെ തന്നെ ഉണ്ട്. കുട്ടിക്ക് മൊത്തത്തിൽ തല ഇറക്കമാണെന്ന് പറഞ്ഞു. ഒന്നും കഴിച്ചില്ല പാവം രാവിലെ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചായിരുന്നു താഴെ. പക്ഷേ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് ഈ ചെറിയൊരു ഓഫ് റോഡിങ് കഴിഞ്ഞാൽ പിന്നെ താറിട്ട റോഡ് കാണും, അതിൽ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് കഷ്ടപ്പെട്ട് ഇവിടുത്തെ വരെ എത്തിച്ചു. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി ഓഫ് റോഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മുകളിലെത്തും. പിന്നെ വരുമ്പോൾ ഇത് വഴി വരണ്ടെന്നാണ് അവർ പറഞ്ഞു. അപ്പുറത്തെ ഒരു റോഡുണ്ട്, അപ്പോൾ അതുവഴി വരാം. അതാണ് കൂടുതൽ നല്ല സേഫ്. ശരിക്കും ഏതാ റോഡ് പറഞ്ഞത്? കൊടുവള്ളി റോഡാണ്. ശരിക്കും അവിടെ നിന്ന് തന്നെ 2 റോഡ് കിട്ടിയില്ലേ? അവിടെ തന്നെ നമ്മൾ വരുമ്പോൾ 2 റോഡ് കിട്ടും. പക്ഷേ നമ്മൾ റൈറ്റാണ് എടുത്തിട്ട് പോകുന്നത്. ശരിക്കും ലെഫ്റ്റ് എടുത്തെങ്കിൽ നല്ല റോഡ് കിട്ടും, റൈറ്റ് ആണെങ്കിൽ ഓഫ് റോഡിങ് ആണ്. അതാണ് നമ്മൾ എടുത്തത്. ബൈ മിസ്റ്റേക്കിലി അങ്ങനെ സംഭവിച്ചായിരുന്നു. നിങ്ങൾക്ക് ഓഫ് റോഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വഴി തന്നെ എടുത്ത് വരാം. റൈറ്റ് ഗൂഗിൾ മാപ്പിൽ കാണിക്കും 2 റോഡ്, അതിൽ റൈറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു 1/2 കിലോമീറ്റർ കൂടി ഓഫ് റോഡിങ് ചെയ്യാനുണ്ട്. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി പരിപാടി. ഓക്കെ, അതിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന കേസ് ഇതാണ് പാർക്കിംഗ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. 2 വീലറുകൾ 3 വീലറുകൾ.
ഇതുവഴിയാണ് നമ്മൾ വന്നത്. പക്ഷേ ഇതുവഴി ആരും വരാറില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ ഒരു റൂട്ടാണ് നല്ല താറിട്ട റോഡ്. പക്ഷെ നമ്മൾ ഓഫ് റോഡ് എടുത്ത് വന്നു. ഇതാണ് എൻട്രൻസ്. 2 വീലർ പാർക്കിംഗ് 20 രൂപ. എത്ര മണിക്കാറൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ തുറന്നിരിക്കുന്നു. മണി വഴി ടിക്കറ്റ് എടുക്കാം. ഇതാണ് എൻട്രൻസ്. ഇവിടെ ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ, ജെൻസും ലേഡീസും. അത് 6 മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യും. ടിക്കറ്റ് അഡൾട്ട് 35, സീനിയർ സിറ്റിസൺ 17, ചിൽഡ്രൻ 10 രൂപയാണ്. 2 ടിക്കറ്റ് എടുത്തു 70 രൂപയായി. സമയം ഏകദേശം 9:30 എന്നിട്ട് പോലും മൂടമഞ്ഞുണ്ട്. ഗൈസ്, എൻ്റെ കൂടെ ഒരു സോഷ്യൽ ടീച്ചർ വന്നിരിക്കുന്നു. കുട്ടി ഇതിൻ്റെ പ്രകൃതി ഭൂഘടങ്ങൾ പറഞ്ഞാ ഇത് പാലക്കയം തട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ട്സിൽ വരുന്ന മലനിരകളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സീ ലെവലിന് 3500 ഫീറ്റ്സ് അബോവ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ചുറ്റിലുള്ള എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ അത്രയും തണുപ്പ്? അബോവ് 3500 ഫീറ്റ് ആയതുകൊണ്ട് ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും. അപ്പടിയാ. നമ്മൾ പാലക്കയം തട്ടിലെ ഏറ്റവും നല്ലൊരു ഫോട്ടോ പോയിൻ്റായ ഈ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് ഗൈസ്. കുട്ടി അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോസ്റ്റാക്കി ഞാൻ ഈ കുട്ടിയെ ഫോട്ടോ പോസ്റ്റാക്കി. എന്താണ് നിൽക്കുന്നത്? എന്ത് വേണം? ഒന്നും വേണ്ടേ. നല്ലൊരു വ്യൂ ആണ്. കുറേ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ചാടാം. അങ്ങോട്ട് പോയി നോക്കാം. അത്ര സേഫ് അല്ല, എന്നാലും പോയി നോക്കാം. അവിടെ ഒരു റോഡൊക്കെ ഉണ്ടല്ലോ. കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വീടൊക്കെ ഉണ്ട്. അവിടെ പോന്നേ? അവിടെ എന്താ ഉള്ളേ? എങ്ങനെയുണ്ട് പാലക്കയം തട്ട്? നമ്മളിപ്പോൾ അടുത്ത ഫ്രെയിമിലോട്ടേക്കാണ് പോകുന്നത്. 2 സ്ഥലത്ത് ഫ്രെയിം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ വഴി നമ്മളെ ചതിച്ചു. നമ്മൾ വന്ന വഴി റോങ് വേ ആയിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഓഫ് റോഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആ റൂട്ടിൽ തന്നെ വരണം. അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വഴിയിലൂടെ വരാം. പിന്നെ അല്ലാത്തവർ വേഗം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് വരണം. അപ്പോൾ നമ്മൾ വേഗം എത്തും. നമ്മൾ റിട്ടേൺ പോകുന്നത് ഇപ്പോൾ ശരിക്കുള്ള വഴി കൂടിയാണ്, ഓഫ് റോഡ് ഇല്ലാത്ത വഴി കൂടിയാണ് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വഴി കാണാം. ഇത് സെക്കൻഡ് വ്യൂ പോയിൻ്റ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് ഏറ്റവും ടോപ്പ്. ഇവിടെയാണ്. മുമ്പ് ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അഡ്വഞ്ചർ ആക്ടിവിറ്റീസും സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഫങ്ഷനിങ് അല്ല. എല്ലാം ഭയങ്കരമായിട്ട് മോശമായിപ്പോയി. ഇതായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ, പിന്നെ അതുപോലെ തന്നെ ഗൺ ഷൂട്ടിങ്, ആർക്കേഡ്സ്, റോപ്പ് ക്രോസിങ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. പിന്നെ നമ്മളിപ്പോൾ വന്ന സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. മോർണിംഗ് നമുക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂവും കോടയൊക്കെ കാണാൻ പറ്റും. ഇവിടെ 6 മണിക്ക് ഓപ്പൺ ആവുന്നുണ്ട്. 6 മണി തൊട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് മേലോട്ട് കയറാൻ വേണ്ടി പറ്റും. കുറച്ച് ദൂരം മാത്രമേ പിന്നെ ട്രക്ക് ചെയ്യേണ്ട. ട്രക്കിംഗ് എന്ന് പറയാനുമില്ല, കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടതായിട്ടുള്ളൂ. വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ 3D അല്ല 6D സിനിമാസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നുള്ളത്. ഇതൊന്നും ഇപ്പോൾ ഫങ്ഷനിങ് അല്ല, അത്ര സീസൺ അല്ലല്ലോ, ഓഫ് സീസൺ അല്ലേ.
പിന്നെ ഇതാ ഫിഷ് പാക്ക് ഇവിടെ ഉണ്ടെന്നാ കാണുന്നത്. പണ്ടേ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. നമ്മളൊരു 12 മണിയാകുമ്പോൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.